ധന്യമീ ജീവിതത്തിൽ ചിലതൊക്കെ അനുഭവത്തിൽ നിന്ന് എടുത്ത് പറയുന്നതാണ്. ശരീരം ചില അസ്വസ്ഥതകൾ കാണിക്കും. മനുഷ്യ ശരീരമാണെങ്കിൽ ഏത് ശരീരത്തിനും സംഭവിക്കും. അത് സ്ഥായിയായതല്ല. ബാക്കി ജീവജാലങ്ങൾക്ക് ആശുപത്രി ഉണ്ടോ? നായയ്ക്കും പൂച്ചയ്ക്കും പട്ടിക്കും കോടാനകോടി ജീവജാലങ്ങൾക്ക്. അല്ല, ആരാ അവരെ മൈൻഡ് ചെയ്തെന്ന് അങ്ങനെ ചോദിക്കരുത്. അവരെ മൈൻഡ് ചെയ്യേ, അവർക്കൊരു ജീവിതമില്ലേ? ഇന്നലെ നടന്നു വരുമ്പോ ഒരു 3-4 നായകള് കിടന്നുറങ്ങുന്നു. അപ്പൊ ഒരു സുഹൃത്ത് അടുത്തേക്ക് വന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, അവര് കിടന്നുറങ്ങണ കണ്ടില്ലേ? അപ്പൊ ഞാൻ തന്നെ പറഞ്ഞു, റേഷൻ കാർഡില്ല, ആധാർ കാർഡില്ല, വാർദ്ധക്യകാല പെൻഷനും ഇല്ല. ആ വാർദ്ധക്യകാല പെൻഷൻ കൊണ്ട്, ആ വാർദ്ധക്യകാല പെൻഷൻ എന്ന് പറഞ്ഞാൽ വരപ്രസാദമാണ് ഗവൺമെന്റിന്റെ. റേഷൻ വാങ്ങാനുള്ള കാശ് കിട്ടും. വലിയ അനുഗ്രഹമല്ലേ? എന്തെല്ലാം കാര്യങ്ങൾ കിട്ടും, ഇതൊന്നുമില്ലേ? ഇത് ഞാൻ പറഞ്ഞു നായകളുടെ ഭാഗത്ത്. അപ്പൊ മറ്റാള് പറഞ്ഞു, ശരിയാണ് PR പറഞ്ഞത്. പിന്നെ ഞാൻ പറഞ്ഞു, ഒക്കെ പോട്ടെ, ആരെങ്കിലും ഒന്ന് ഗൗനിക്കുന്നുണ്ടോ? എന്റെ ചോദ്യം. വെറുതെ അല്ല, ഒരു നായയ്ക്ക് കൊടുക്കണ പരിഗണന പോലും എനിക്ക് കിട്ടിയില്ല എന്ന് ഓരോരുത്തർ പറയുമ്പോൾ നായയെ ഉദാഹരണമായിട്ട് എടുക്കാറുണ്ട്. അവരോട് വർത്താനം പറഞ്ഞപ്പോ ഞാൻ ഇങ്ങോട്ട് പോന്നു. ഞാൻ തമാശ പറഞ്ഞതാണ്. സന്ദർഭം അനുസരിച്ച് ആരെ കാണുമ്പോഴും എന്റെ കോൺവെർസേഷണൽ ടെക്നിക്ക് സന്ദർഭം അനുസരിച്ച് ഓരോന്ന് പറഞ്ഞു. അയാളെയും രസിപ്പിച്ചു ഞാൻ പറഞ്ഞത്. ഈ നായക്ക് എന്തിനാ PR നായന്റെ അനുഗ്രഹം? എന്താ, നമ്മളൊന്ന് ആലോചിക്കേണ്ട കാര്യമില്ലേ? നായ കണ്ട് PR, ഹലോ, നിനക്ക് പേരില്ലല്ലോ, ഞാൻ നിനക്കൊരു പേരുള്ളൂ. എന്റെ ബഹുമാനം നായക്ക് വേണ്ട. ആവശ്യമില്ലാത്തത് എന്തിനാണ് നായക്ക്? ഗജരാജപട്ടം വേണോ ആനയ്ക്ക്? ഏതെങ്കിലും ആനക്കുട്ടി ആഗ്രഹിക്കുമോ എനിക്ക് വലുതായി ഗജരാജപട്ടം കിട്ടണമെന്ന്? മനുഷ്യരാജപട്ടത്തിൽ തന്നെ വിശ്വസിക്കാത്തവരാണ് ഇപ്പോ. ഈ വിശ്വാസമില്ല. കാരണം ഇത് തരുന്നാരാ? ഇവിടുത്തെ മനുഷ്യര് ഇയാളുടെ രാഷ്ട്രീയവും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് കൊടുക്കുന്നതല്ലേ ഈ പട്ടം. ഇത് ആവശ്യമില്ലാത്തതാണ്. അവരിൽ നിന്ന് പഠിക്കേണ്ട ധാരാളം കാര്യങ്ങളുണ്ട്. ആവശ്യത്തിന് വെള്ളം കുടിച്ച്, എപ്പോഴും വെള്ളം കിട്ടില്ല, അതുകൊണ്ട് കുറച്ച് വെള്ളം കുടിച്ച് ശേഖരിക്കാം. വൈദ്യര് പറഞ്ഞു, ധാരാളം വെള്ളം കുടിക്കും. അപ്പൊ അതുകൊണ്ട് വെള്ളം ഇങ്ങനെ കുടിക്കുക വേണ്ടാതെ. ഒരു പാത്രം വെള്ളം മുഴുവൻ കുടിച്ചു. വൈദ്യര് 10 ആളോട് പറഞ്ഞിട്ട് വൈദ്യര് ക്ഷീണിച്ചാൽ വെള്ളം അധികം കുടിക്കരുത് കേട്ടോ പറയും. പിന്നെ വരുന്ന ആളോട് പിന്നെ അയാൾ വെള്ളം കുടിക്കാതെ ആവും. കാരണം വൈദ്യര് പറഞ്ഞിരിക്കണു വെള്ളം കുടിക്കരുതെന്ന്. ഇതൊന്നും ഇതിൽ ബാധകമല്ല. പ്രകൃതിയുമായിട്ട് രമിച്ച് ജീവിച്ചു.
കന്നിമാസത്തിലല്ലാതെ ഇണചേരില്ല. കന്നിമാസത്തിൽ മാത്രം പ്രകൃതിയുമായിട്ടുള്ളൊരു അഡ്ജസ്റ്റ്മെന്റാണ്. വിവരമുള്ള മനുഷ്യനും പറഞ്ഞിരുന്നതൊക്കെ അതനുസരിച്ച് ആ പഴയ പ്രണയ കവിത ഒക്കെ ഉണ്ടായത്. പഞ്ചമി ചന്ദ്രികയും വെളുത്തവാവും പൂനീലാവും ഒക്കെ അങ്ങനെ വന്നതാണ്. 24 hours അങ്ങനെ പറഞ്ഞിട്ടില്ല അവിടെ. അത് മനുഷ്യന് മാത്രമാണ്. അവഗണിക്കപ്പെട്ടു ഒരു നായയെ പോലെ എന്നെ കരുതി. നായയെ പോലെ കരുതി എന്ന് പറഞ്ഞാൽ നായക്ക് പേരില്ല അല്ലേ? അതാണോ ഒരു കുഴപ്പം? 5 നായ കിടക്കണു, 5 പേരില്ല. മനുഷ്യനാണെങ്കിൽ 5 പേരുണ്ടാവും. മനുഷ്യനിട്ട പേരെന്തിനാ നായക്ക്? അല്ല, ഐഡന്റിറ്റി ഇല്ലാതെ പോവുമല്ലോ. ചത്തിട്ട് പിറ്റേ ദിവസവും കഴിഞ്ഞാൽ എന്ത് ഐഡന്റിറ്റിയാ മനുഷ്യരായ നിനക്കുള്ളത്? അറിയാൻ ചോദിക്കുക. മനുഷ്യനായ എൻ്റെ ഐഡന്റിറ്റി എത്ര കാലം? ഒന്നിനെ ചൊല്ലിയുള്ള വിഷമവുമില്ല. മരണസമയത്ത് ഓരോ ജീവികളിലും ഉണ്ടാകുന്ന പരിവർത്തനം വലിയൊരു വിഷയമാണ്. ഞാൻ പിന്നെ കുറേശ്ശായിട്ട് പറഞ്ഞോളാം. 10 മിനിറ്റല്ലേ ധന്യമീ ജീവിതത്തിൽ പറയാൻ പറ്റൂ. അതിൽ നായക്ക് മനസ്സിലാവും പ്രകൃതിയുമായിട്ടുള്ള ബന്ധം തികച്ചും നായക്ക് മനസ്സിലാവും. നായക്കല്ല പൂച്ചക്കാണോ ഒന്നും പറഞ്ഞു കളയരുത്. പൂച്ചയ്ക്ക് പ്രകൃതിയുള്ള ബന്ധം വേറെ വിഷയമാണ്. ഇപ്പൊ നായയായി പോയോണ്ട് ഇത് പറയുകയാണ്. പൃഥ്വിതത്വവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നായക്ക് കൂടുതൽ താല്പര്യവും അതിൻ്റെ മസ്തിഷ്ക സംവിധാനം. മനുഷ്യ ശരീരത്തിൽ നിന്ന് മലമായിട്ട് പോകുന്നത് പൃഥ്വിതത്വമാണ്. മനുഷ്യമലം. മൂത്രമായിട്ട് പോകുന്നത് ജലതത്വം. എന്നാൽ ഈ മലം ഇതിന് ഭക്ഷ്യവസ്തുവാണ് നായക്ക്. എൻ്റെ ശരീരത്തിലേക്ക് ഇത് ആവശ്യമില്ല എന്നുള്ളതിനാൽ മനുഷ്യന് അതിൻ്റെ ഗന്ധം ഇഷ്ടമില്ലാത്ത രീതിയിലാക്കി മാറ്റുന്നു. മലത്തിന് ദുർഗന്ധമൊന്നുമില്ല. മലത്തിന് ദുർഗന്ധമൊന്നുമില്ല. ഇതുകൊണ്ടാണ് പൃഥ്വിതത്വമായിട്ട് ബന്ധപ്പെട്ടത് കൊണ്ടാണ് നായക്കൊരു 2ാം സ്ഥാനം കൊടുക്കുന്നത്. 1ാം സ്ഥാനം ഉള്ള ജീവികളിൽ നായ വരാതിരിക്കാൻ കാരണം നായക്ക് അതിൻ്റെ പ്രത്യേകതയും ഉണ്ട്. ഈ കാരണം കൊണ്ടാണ് ഏത് തത്വമായിട്ടാണോ ബന്ധപ്പെട്ടത് അതനുസരിച്ചാണ് ജീവികളുടെ അന്ത്യം. ഇതിൽ ആനയുടെ കുതിരയുടെ ഒക്കെ പറയാനുണ്ട്. ഇപ്പൊ നായയുടെ പറയണമെന്നുള്ളൂ. നായ ഭൂമിയിലേക്ക് പതിഞ്ഞു കിടക്കും. മരണം മുൻകൂട്ടി മനസ്സിലാക്കിയാൽ നായ ആഹാരം കഴിക്കൽ നിർത്തും. പിന്നെ ഒന്നും കഴിക്കില്ല, വെള്ളം കുടിക്കില്ല, ഒന്നും ഭക്ഷിക്കില്ല. നമ്മള് ആഹാരത്തെ കൂടുതൽ ശ്രദ്ധിക്കും. അല്ലെങ്കിലേ വയ്യായ, സൂക്കട്, വലിയ രോഗം, പിന്നെ അതും ഇല്ലെങ്കിലോ കല്യാണിക്കുട്ടി, അതിന് നിങ്ങൾ ഇഷ്ടം പോലെ കഴിച്ചല്ലോ, പോരല്ലോ, സൂക്കടല്ലേ, വയ്യായല്ലേ. അല്ല ഇനിയിപ്പോൾ എന്താ ചെയ്യുക, നിങ്ങളെല്ലാം കഴിച്ചല്ലോ. ചിക്കൻ ഇന്നലെ കഴിച്ചതിൻ്റെ ബാക്കിയുള്ള അതിപ്പോൾ മിക്സിയിലടിക്കാൻ പറ്റുമോ? എസൻസ് എങ്കിലും ഒന്ന് കിട്ടാൻ. ഇതല്ലേ മനുഷ്യന്റെ ചിന്ത. പ്രകൃതിയുമായിട്ടുള്ള ലയം കൊണ്ട് അതിൻ്റെ കഴുത്ത് ഭൂമിയോടടുപ്പിച്ച് അത് വിശ്രമിക്കുന്നു.
അലഞ്ഞു തിരിയുന്ന നായ എന്നും പറയരുത്. അവരലഞ്ഞു തിരിയാൻ നമ്മുടെ ഭാഷയല്ലേ. അവർക്കൊരു വീടില്ലാന്നും അതിന് കോർപ്പറേഷന്റെ നമ്പറും ഇല്ലാന്നും വിചാരിച്ചിട്ട് അലഞ്ഞു തിരിയുന്ന നായ. അവര് ജീവിക്കുന്നുണ്ട്. ഏറ്റവും വലിയ ജീവിതത്തിലെ സന്തോഷം നിദ്രയല്ലേ. അവരാ കിടന്നുറങ്ങുന്ന പോലുള്ള ഒരു നിദ്ര മനുഷ്യന് കിട്ടുന്നുണ്ടോ? ഏറ്റവും ശാന്തിയോടും സമാധാനം. കോടീശ്വര നിദ്രയുണ്ട്. കോടീശ്വര നിദ്രയ്ക്ക് സമാധാനം കുറയും, ശാന്തി കിട്ടില്ല. ഇൻകം ടാക്സിനെ പേടിക്കണം, ഉദ്യോഗസ്ഥന്മാരെ മുഴുവൻ പേടിക്കണം. എല്ലാവരും ആരെയും പേടിക്കേണ്ടാത്ത പണക്കാരാണ് നമ്മൾ വെറുതെ പറയുക. എല്ലാവരും പേടിക്കണം. ഒരു പേടിയും വേണ്ട. സുഖനിദ്ര. അസ്വസ്ഥത ശരീരം പ്രകടിപ്പിച്ച ഉടനെ ആഹാരം കഴിക്കൽ നിർത്തും. ഇനിയും കുറെ പറയാനുണ്ട്. എന്തുകൊണ്ട് ഇദ്ദേഹത്തിനെ നിർഗുണ പരബ്രഹ്മം എന്ന് അവരെ വിളിക്കുന്നു എന്നുള്ളതിന് പറയുന്ന ന്യായീകരണമുണ്ട്. പിന്നെ പറയാം. നമസ്കാരം.